വീട്ടിലെല്ലാം ഉണ്ടായിട്ടും ഉള്ളിൽ രുചിയില്ലാത്ത ഒരു ശൂന്യത ഉണ്ടോ? അടുക്കളയിൽ കറി തിളക്കുമ്പോഴും ഹാളിൽ ശബ്ദം കൂടുമ്പോഴും ഹൃദയം മാത്രം നിശബ്ദമായി കരയുന്നുണ്ടോ? വീടുണ്ട്, ഭക്ഷണമുണ്ട്, ജോലിയുണ്ട്, പഠനമുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്. പക്ഷേ സമാധാനമില്ലെങ്കിൽ ഇതെല്ലാം ചിലപ്പോൾ രുചിയില്ലാത്ത കറിയുപോലെ തോന്നും. വിലയേറിയ കറിയായാലും അല്പം ഉപ്പില്ലെങ്കിൽ അത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ യേശുവിൻ്റെ സമാധാനമില്ലെങ്കിൽ മനോഹരമായ വീട്ടിലും മനസ്സ് ക്ഷീണിക്കും. ഇന്ന് ഈ ക്ഷീണിച്ച ഹൃദയത്തോട് യേശു സാവധാനം സംസാരിക്കുന്നു. എൻ്റെ മകനെ, എൻ്റെ മകളെ, നിന്റെ വീട് ഞാൻ മറന്നിട്ടില്ല. യേശുവിൻ്റെ സമാധാനം നമ്മുടെ വീട്ടിലെ ഉപ്പാകട്ടെ. ഇതൊരു വലിയ പ്രസംഗമല്ല. ഇത് ഒരു ക്ഷീണിച്ച കുടുംബത്തിനുള്ള സ്നേഹപ്രാർത്ഥനയാണ്. ഭർത്താവും ഭാര്യയും ഒരേ മുറിയിൽ ഇരുന്നാലും ചിലപ്പോൾ മനസ്സ് വളരെ ദൂരെയായിരിക്കും. മക്കൾ പഠനത്തിനായി ഓടുമ്പോഴും വീട്ടിലെ പ്രാർത്ഥനയിൽ നിന്ന് പതുക്കെ മാറിപ്പോകാം. അച്ഛനും അമ്മയും പണത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ കണ്ണുനീർ ആരും കാണാതെ മറയ്ക്കാം. വിദ്യാഭ്യാസ വായ്പയും വിസ ഫയലും ജോലി അനിശ്ചിതത്വവും വീട്ടിലെ മേശപ്പുറത്ത് ഭാരമായി കിടക്കാം. ബന്ധുക്കളുടെ വാക്കുകൾ ചിലപ്പോൾ ഉപ്പല്ല, മുറിവിൽ കയറിയ കയ്പ് പോലെ തോന്നാം. എന്നാലും മനുഷ്യരുടെ വിധിയാണ് അവസാന വാക്കെന്ന് വിശ്വസിക്കരുത്. നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള അവസാന വാക്ക് യേശുവിൻ്റേതാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 വചനത്തിൽ യേശു പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങാതെയും ഭയപ്പെടാതെയും ഇരിക്കട്ടെ. യേശു പറഞ്ഞ സമാധാനം പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതമല്ല. അത് പ്രശ്നങ്ങൾക്കിടയിലും ഹൃദയം തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്ന കൃപയാണ്. അത് പണത്തിൻ്റെ കുറവ് ഇല്ലാതാക്കുന്ന മായാജാലമല്ല. അത് പണത്തിൻ്റെ ഭാരം വഹിക്കുന്ന ഹൃദയത്തിന് ദൈവസാന്നിധ്യത്തിൻ്റെ ശക്തിയാണ്. അത് ബന്ധുക്കളുടെ വാക്കുകൾ നിശബ്ദമാക്കുന്ന നിർബന്ധമല്ല. അത് ആ വാക്കുകളേക്കാൾ ആഴത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനുള്ള കൃപയാണ്. യേശുവിൻ്റെ സമാധാനം നമ്മുടെ വീട്ടിലെ ഉപ്പാകട്ടെ. കേരളത്തിലെ ഒരു കത്തോലിക്ക അമ്മയെ ഞാൻ ഓർക്കുന്നു. അവൾ ഓരോ രാവിലെയും വീട്ടിലെ ചെറിയ അൾത്താരയ്ക്ക് മുമ്പിൽ മെഴുകുതിരി കത്തിക്കും. യേശുവിൻ്റെ തിരുഹൃദയ ചിത്രവും പരിശുദ്ധ അമ്മയുടെ രൂപവും അവിടെ ഉണ്ടായിരുന്നു. അടുക്കളയിൽ കറിവയ്ക്കേണ്ടതും കുട്ടികളുടെ ടിഫിൻ നോക്കേണ്ടതും ബസിൻ്റെ സമയം നോക്കേണ്ടതും അവളായിരുന്നു. മേശപ്പുറത്ത് വിദ്യാഭ്യാസ വായ്പയുടെ പേപ്പറുകളും വിസ ഫയലും അടയ്ക്കേണ്ട ബില്ലുകളും കിടക്കുമായിരുന്നു. ഭർത്താവ് അധികം സംസാരിക്കാറില്ലായിരുന്നു. കുട്ടികൾ ഫോൺ കയ്യിൽ പിടിച്ച് തിരക്കിലായിരുന്നു. അവളുടെ ഉള്ളിൽ പലപ്പോഴും പറയാത്ത കരച്ചിലുണ്ടായിരുന്നു. ഒരു ദിവസം അവൾ കോപത്തോടെ മറുപടി പറയാൻ പോയി. പക്ഷേ ആ നിമിഷം മെഴുകുതിരിയുടെ ചെറിയ ജ്വാല അവൾ കണ്ടു. അവൾ പതുക്കെ പറഞ്ഞു, ഇന്ന് ഞാൻ തീ കൂട്ടുകയില്ല, സമാധാനം കാക്കും. അതുകൊണ്ട് എല്ലാം ഉടനെ മാറിയില്ല. പക്ഷെ അവളുടെ ശബ്ദം പതുക്കെ മാറിത്തുടങ്ങി. വീട്ടിലെ വായുവിൽ അല്പം മൃദുത്വം വരാൻ തുടങ്ങി. കറിയിൽ അല്പം ഉപ്പ് കലരുന്നത് പോലെ വീട്ടിൽ അല്പം കൃപ കലരാൻ തുടങ്ങി. നമ്മുടെ വീട്ടിലും അതുപോലെ തുടങ്ങാം. ഒരു സൗമ്യമായ വാക്ക് ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ദിശ മാറ്റുന്ന ആദ്യ ചുവടാകാം. കണ്ണുകൾ പതുക്കെ അടച്ച് ഒരു നിമിഷം യേശുവിൻ്റെ സാന്നിധ്യം ഓർക്കൂ. നിന്റെ കൈ ഹൃദയത്തിന്മേൽ വയ്ക്കൂ. ഒരു മന്ദശ്വാസം എടുക്കൂ. നിന്റെ വീട് മനസ്സിൽ കാണൂ. ആ മുറികളും ആ അടുക്കളയും ആ മേശയും ആ വാതിലുകളും യേശുവിന് സമർപ്പിക്കൂ. യേശുവെ, ഞങ്ങളുടെ വീട്ടിൽ വരണമേ. ഞങ്ങളുടെ സംസാരത്തിൽ നിന്റെ സമാധാനം കലർത്തണമേ. കോപം വേഗത്തിൽ വരുമ്പോൾ മറുപടി പറയുന്നതിന് മുമ്പ് ഞങ്ങളെ നിർത്തണമേ. മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയാതെ സത്യം സ്നേഹത്തോടെ പറയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഇടയിലെ നിശബ്ദതയിൽ നിന്റെ കരുണ നിറയട്ടെ. മക്കളുടെ മനസ്സിൽ നല്ലതിനെ സ്നേഹിക്കാനുള്ള വെളിച്ചം തെളിയട്ടെ. അച്ഛനും അമ്മയും മറച്ചുവെക്കുന്ന കണ്ണുനീർ നീ കാണണമേ. പണം കുറവായ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വിവേകവും ക്ഷമയും തരണമേ.
വിദ്യാഭ്യാസ വായ്പയുടെ ഭാരത്തിൽ ഞങ്ങളുടെ മനസ്സ് തകരാതിരിക്കട്ടെ. വിസ താമസിക്കുമ്പോഴും ജോലി വ്യക്തമാകാതിരിക്കുമ്പോഴും ഞങ്ങൾ പ്രത്യാശ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. യേശുവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബം നിന്റെ കരങ്ങളിലാണ്. ബന്ധുക്കളുടെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ ഞങ്ങളുടെ ആത്മാവിനെ നിയന്ത്രിക്കാതിരിക്കട്ടെ. താരതമ്യങ്ങളുടെ മുറിവിൽ നിന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. മറ്റുള്ളവരുടെ വീടുകൾ നോക്കി ഞങ്ങളുടെ വീട്ടിനെ ചെറുതായി കാണാതിരിക്കാനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ വീട്ടിലെ ചെറിയ നന്മകൾ കാണാനുള്ള കണ്ണുകൾ തുറക്കണമേ. കറി രുചിയാകാൻ അല്പം ഉപ്പ് മതി എന്ന പോലെ വീട്ടിൽ സമാധാനം വരാൻ അല്പം വിനയം മതി എന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. വാക്കുകൾ കടുപ്പമാകുന്ന സമയത്ത് നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ മൃദുവാക്കണമേ. പ്രാർത്ഥന ദുർബലമായി തോന്നുമ്പോഴും ഞങ്ങൾ നിന്നെ വിട്ടുപോകരുതേ. റോസറിയിലെ ഓരോ മുത്തിലും ഞങ്ങളുടെ വീടിൻ്റെ പേരുകൾ ചേർക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ മാതൃസ്നേഹത്തിൽ മറയ്ക്കണമേ. യേശുവിൻ്റെ സമാധാനം നമ്മുടെ വീട്ടിലെ ഉപ്പാകട്ടെ. ഒരു മകൻ ഗൾഫിലായിരിക്കാം, ഒരു മകൾ കാനഡയിലോ ജർമ്മനിയിലോ ഓസ്ട്രേലിയയിലോ ആയിരിക്കാം. ഒരു കുടുംബാംഗം യുകയിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുകയായിരിക്കാം. ദൂരം സ്നേഹത്തെ തടയുന്ന മതിലല്ല. ടിവി റിമോട്ട് ദൂരത്ത് ഇരുന്ന് ചാനൽ മാറ്റുന്നതുപോലെ പ്രാർത്ഥന സ്നേഹം ഓർമ്മിപ്പിക്കുന്ന ചെറിയ വഴിയാകാം. അവരെ നിയന്ത്രിക്കാനല്ല നമ്മുടെ പ്രാർത്ഥന, അവരെ യേശുവിൻ്റെ കരുണയിൽ ഏൽപ്പിക്കാനാണ് നമ്മുടെ പ്രാർത്ഥന. ദൂരെയുള്ള മകനെയും മകളെയും ഭർത്താവിനെയും ഭാര്യയെയും സഹോദരനെയും സഹോദരിയെയും അനുഗ്രഹിക്കണമേ. അവർ ഏകാന്തതയിൽ തെറ്റായ വഴികളിലേക്ക് പോകാതിരിക്കട്ടെ. അവർക്ക് നല്ല സുഹൃത്തുക്കളും നല്ല തീരുമാനങ്ങളും ലഭിക്കട്ടെ. അവരുടെ മുറിയിലെ നിശബ്ദതയിലും നിന്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കണം. പ്രാർത്ഥന വീടിനെ മാന്ത്രികമായി മാറ്റുന്ന ബട്ടണല്ല. പ്രാർത്ഥന ആദ്യം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ കയ്യിൽ മൃദുവാക്കുന്നു. മൃദുവായ ഹൃദയം കടുപ്പമുള്ള വീട്ടിലും ചെറിയ സമാധാനം വിതയ്ക്കും. സുരക്ഷിതമല്ലാത്ത വേദനകളോ അതിക്രമമോ ഭയമോ വീട്ടിലുണ്ടെങ്കിൽ മിണ്ടാതിരിക്കേണ്ടതില്ല. വിശ്വസിക്കാവുന്ന കുടുംബ മൂപ്പനോടോ വൈദികനോടോ കൗൺസിലറോടോ ഡോക്ടറോടോ അധികാരികളോടോ സഹായം തേടുക. സമാധാനം എന്നത് അനീതിയോട് മൗനം പാലിക്കലല്ല. സമാധാനം എന്നത് സത്യം കരുണയോടെ സംരക്ഷിക്കലാണ്. കുട്ടികളെക്കുറിച്ച് ഇന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അവർ പരീക്ഷകൾക്ക് മുന്നിൽ ക്ഷീണിക്കുമ്പോൾ യേശു അവരെ ശക്തിപ്പെടുത്തട്ടെ. അവർ ഫോണിലും കൂട്ടുകാരിലും തിരക്കിലാകുമ്പോൾ നല്ലതും തെറ്റും തിരിച്ചറിയാനുള്ള ബുദ്ധി ലഭിക്കട്ടെ. അവരുടെ മനസ്സിൽ പ്രാർത്ഥനയോട് വിരക്തിയല്ല, ചെറിയ സ്നേഹം വളരട്ടെ. അവരെ ശകാരത്തിൽ മാത്രമല്ല, അനുഗ്രഹവാക്കുകളിലും നാം വളർത്താൻ പഠിക്കട്ടെ. മകനെ, മകളെ, യേശു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് വീട്ടിൽ പറയാൻ നമ്മൾ മടിക്കരുത്. നിരാശയുടെ വാക്കുകൾ വീട്ടിൽ കുറയട്ടെ. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ വീട്ടിൽ കൂടട്ടെ. കേൾക്കുന്നവരിൽ ഒരാൾ ഇപ്പോൾ വളരെ ക്ഷീണിച്ചിരിക്കാം. നീ പറയുന്നുണ്ടാകാം, അച്ഛാ, ഞാൻ എത്ര പ്രാർത്ഥിച്ചു, പക്ഷേ വീട്ടിൽ ഇപ്പോഴും സമാധാനം കുറവാണ്. നിന്റെ ക്ഷീണം യേശു കാണുന്നു. നിന്റെ പ്രാർത്ഥനയുടെ ദുർബലത പോലും യേശുവിന് വിലയേറിയതാണ്. അവൻ വലിയ ശബ്ദം മാത്രം കേൾക്കുന്ന ദൈവമല്ല. തളർന്ന ഹൃദയത്തിൻ്റെ മന്ദശബ്ദവും അവൻ കേൾക്കും. ഇന്ന് മുഴുവൻ വീട്ടിനെയും തിരുത്താൻ ശ്രമിക്കേണ്ട. ഇന്നൊരു വാക്ക് മാത്രം നന്നാക്കാൻ ശ്രമിക്കൂ. അതാണ് ഇന്നത്തെ 24 മണിക്കൂറിലെ വിശ്വാസ പ്രവൃത്തി. നീ സാധാരണയായി തർക്കിക്കുന്ന വീട്ടിലെ ഒരാളോട് ഒരു സൗമ്യവാക്ക് പറയൂ. ഞാൻ കേൾക്കാൻ തയ്യാറാണെന്ന് പറയൂ. അല്ലെങ്കിൽ നമുക്ക് സമാധാനമായി സംസാരിക്കാമെന്ന് പറയൂ. ഈ ഒരു വാക്ക് ദുർബലമല്ല. കറിയിൽ ഉപ്പ് ചേർക്കുന്നത് പോലെ വീട്ടിൽ കൃപ ചേർക്കുന്ന ചെറിയ പ്രവൃത്തിയാണ് അത്. യേശുവെ, എൻ്റെ നാവിനെ അനുഗ്രഹിക്കണമേ. ഞാൻ പറയുന്ന വാക്കുകൾ വീട്ടിൽ മുറിവല്ല, സൗഖ്യം കൊണ്ടുവരട്ടെ. ഞാൻ മിണ്ടാതിരിക്കേണ്ടിടത്ത് മിണ്ടാതിരിക്കാനും സംസാരിക്കേണ്ടിടത്ത് സ്നേഹത്തോടെ സംസാരിക്കാനും എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ കുടുംബത്തെ ജയിക്കേണ്ട ആളുകളായി കാണാതെ സ്നേഹിക്കേണ്ട ആത്മാക്കളായി കാണാൻ കൃപ തരണമേ.
ഞങ്ങളുടെ വീട്ടിലെ പഴയ മുറിവുകളിൽ നിന്റെ കരുണ തൊടട്ടെ. ക്ഷമ ചോദിക്കേണ്ടിടത്ത് വിനയം തരണമേ. ക്ഷമിക്കേണ്ടിടത്ത് സമയം, ജ്ഞാനം, കൃപ തരണമേ. സുരക്ഷിതമായിടത്ത് ബന്ധങ്ങൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങട്ടെ. പ്രാർത്ഥന വിട്ടുപോയ വീടുകളിൽ ചെറിയൊരു പ്രാർത്ഥന വീണ്ടും തെളിയട്ടെ. വീട്ടിലെ അൾത്താരയിൽ കത്തുന്ന മെഴുകുതിരി പോലെ ഞങ്ങളുടെ പ്രത്യാശ മങ്ങിയുപോകരുതേ. യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്റെ സമാധാനം വസിക്കട്ടെ. ഇപ്പോൾ നിന്റെ കുടുംബത്തിൻ്റെ പേര് മനസ്സിൽ വിളിക്കൂ. ആ പേരിന് മുകളിൽ യേശുവിൻ്റെ സമാധാനം വരട്ടെ എന്നുള്ളിൽ പറയൂ. വീട് വലുതോ ചെറുതോ എന്നതല്ല പ്രധാനം. ആ വീട്ടിൽ സ്നേഹം സംസാരിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് ചോദ്യം. വരുമാനം കൂടുതലോ കുറവോ എന്നതല്ല അവസാന അളവ്. ആ വരുമാനത്തിൻ്റെ ഇടയിൽ നന്ദി നിലനിൽക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. പഠനവും ജോലിയും വിസയും വിവാഹവും എല്ലാം പ്രധാനമാണ്. പക്ഷേ സമാധാനമില്ലെങ്കിൽ മനസ്സ് രുചി നഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥന ഇതാണ്: യേശുവിൻ്റെ സമാധാനം നമ്മുടെ വീട്ടിലെ ഉപ്പാകട്ടെ. ഈ പ്രാർത്ഥന നിന്റെ ഹൃദയത്തെ തൊട്ടെങ്കിൽ കമൻറ്റിൽ ഇങ്ങനെ എഴുതൂ: യേശുവേ, എൻ്റെ കുടുംബത്തെ സമാധാനത്താൽ അനുഗ്രഹിക്കണമേ. ഈ വാക്കൊരു കമൻ്റായി മാത്രമല്ല, നിന്റെ വീട്ടിനുള്ള അനുഗ്രഹമായി പറയൂ. മിണ്ടാതെ സഹിക്കുന്ന ഒരു കുടുംബത്തിന് ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കൂ. അവർക്ക് ആരോ തങ്ങളെ ഓർക്കുന്നു എന്നൊരു ആശ്വാസം ലഭിക്കട്ടെ. ഇന്ന് നിന്റെ വീട്ടിലേക്ക് നീ അനുഗ്രഹം കൊണ്ടുപോകുന്ന ഒരാളാകട്ടെ. കോപത്തിൻ്റെ ചൂടിലേക്ക് നീ കൂടുതൽ തീ ചേർക്കേണ്ട. യേശുവിൻ്റെ കൃപയുടെ ഉപ്പ് നീ ചേർക്കൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ വീട്ടിലെ ഓരോ മുറിയിലും യേശുവിൻ്റെ സമാധാനം നിറയട്ടെ. നിന്റെ മക്കൾ കർത്താവിൻ്റെ കാവലിൽ വളരട്ടെ. നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ വിലയേറിയതാകട്ടെ. നിന്റെ വിവാഹബന്ധത്തിൽ കരുണയും ബഹുമാനവും സത്യമുള്ള സ്നേഹവും വളരട്ടെ. ദൂരെയുള്ള പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാകട്ടെ. പണത്തിൻ്റെ ഭാരത്തിലും പഠനത്തിൻ്റെ സമ്മർദ്ദത്തിലും വിസയുടെ കാത്തിരിപ്പിലും നിന്റെ ഹൃദയം കലങ്ങാതിരിക്കട്ടെ. ലോകം തരാത്ത സമാധാനം യേശു നിന്റെ വീട്ടിൽ നൽകട്ടെ. ഇന്നത്തെ ദിവസം നിന്റെ വാക്കുകളിൽ മൃദുത്വം വരട്ടെ. ഇന്നത്തെ രാത്രി നിന്റെ വീട്ടിൽ കുറച്ച് കൂടുതൽ സമാധാനം ഉണ്ടാകട്ടെ. യേശുവെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബം നിന്റെ കരങ്ങളിലാണ്.